അങ്ങനെ ഫൈനലി എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് ഓടി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വന്ദേ ഭാരതിന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു. ഇനാഗ്രേഷൻ നടത്തിയ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു. വീഡിയോ കോൺഫറൻസിംഗ് വഴി നല്ല അടിപൊളി ഇനാഗ്രേഷൻ സെറമണി ആയിരുന്നു. ഭയങ്കര ഗ്രാൻഡ് ആയിരുന്നു. കുറെ ആൾക്കാരുണ്ടായിരുന്നു, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാനിപ്പോ സ്ഥലത്തില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ പരിപാടി വൻ മിസ്സായിരുന്നു കേട്ടോ. എനിക്ക് ഈ ക്ലിപ്പൊക്കെ എടുത്ത് തന്നെ എന്റെ ഒരു സുഹൃത്താണ്. അപ്പൊ ഈ വണ്ടി ശരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ബാംഗ്ലൂർ ഡിവിഷനാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 2665 എന്നാണ് ബാംഗ്ലൂർ എറണാകുളം വരുന്ന ഈ വന്ദേ ഭാരതിന്റെ നമ്പർ. ഇവിടെ തിരിച്ച് ബാംഗ്ലൂർ പോകുന്ന 26652. KSR ബംഗളൂരിൽ നിന്ന് രാവിലെ 5:10 എടുത്തിട്ട് എറണാകുളം ജംഗ്ഷൻ ഉച്ചയ്ക്ക് 1:50 എത്തും. എന്നിട്ട് എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ടിട്ട് KSR ബംഗളൂർ രാത്രി 11 മണിക്ക് എത്തിയ വണ്ടി. ഈ വണ്ടി റെഗുലർ ആയിട്ട് ഓടി തുടങ്ങുന്നത് ഈ ചൊവ്വാഴ്ച മുതലാണ്. അതായത് നവംബർ 11 മുതൽ ഇത് റെഗുലർ ആയിട്ട് ഓടി തുടങ്ങും. 2 ക്ലാസ്സുകളാണ് മെയിൻ ആയിട്ട് ഈ വണ്ടിക്കുള്ളത്. നോർമൽ ചെയർക്കാറും എക്സിക്യൂട്ടീവ് ചെയർക്കാറും. എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ വരെ നോർമൽ ചെയർക്കാറിന് 1615 രൂപയും എക്സിക്യൂട്ടീവ് ചെയർക്കാറിന് 2980 രൂപയാണ് വിത്ത് ഫുഡ് കേട്ടോ. ഇത് രണ്ടും വിത്ത് ഫുഡാണ്. വിത്തൗട്ട് ഫുഡ് ആകുമ്പോൾ കുറച്ച് പൈസ ഒന്നുകൂടെ കുറയും. ഇവിടുന്ന് 8 മണിക്കൂർ 40 മിനിറ്റ് എടുത്തിട്ടാണ് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്നത്. എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ, കോയമ്പത്തൂർ, ഈറോഡ്, സേലം, ജോളാർപേട്ട വഴിയാണ് ഇത് ബാംഗ്ലൂർക്ക് പോകുന്നത്. 8 മണിക്കൂർ 40 മിനിറ്റ് എടുക്കും ഈ വണ്ടി സഞ്ചരിക്കാൻ വേണ്ടി. കറന്റ് ഇപ്പൊ ഈ വന്ദേ ഭാരത് ഓടുന്നത് 8 കോച്ചുകൾ വെച്ചിട്ടാണ്. ഇത് മിക്കവാറും ഡിമാൻഡ് അനുസരിച്ച് മിക്കവാറും 16-20 ഒക്കെ ആക്കുമായിരിക്കും. ഈ വണ്ടിയുടെ ബുക്കിംഗ് ഏതായാലും ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്. നല്ല ഡിമാൻഡ് ഉണ്ട്. ടിക്കറ്റ് ഒക്കെ വേഗം തീർന്നു പോകുന്നുണ്ട്. അപ്പോൾ വേഗം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ഇപ്പൊ തന്നെ. ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് യാത്ര എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു മാസം കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ നമുക്ക് ആ ഒരു സക്സസ് അറിയാൻ പറ്റത്തുള്ളൂ. എത്ര എന്തായാലും സക്സസ് ആയിരിക്കും, അത് ഉറപ്പാണ്. കാരണം ബാംഗ്ലൂർക്കൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സർവീസ് അല്ലേ എന്തായാലും ഇത്. എന്തായാലും നമ്മുടെ കേരളത്തിന് കിട്ടുന്ന 3ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. 2 വന്ദേ ഭാരത് ഉണ്ട് നമുക്ക്. അത് രണ്ടും ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെയാണ് ബാംഗ്ലൂർ വന്ദേ ഭാരത് എത്തിയിരിക്കുന്നത്. എന്തായാലും അടിപൊളി. അപ്പൊ ഇതും ഹിറ്റായിട്ട് ഓടട്ടെ, അടിപൊളിയായിട്ട് ഓടട്ടെ. അപ്പൊ അതിന്റെ നോർത്ത് ഈസ്റ്റ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഈ വന്ദേ ഭാരതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള 2 വ്ളോഗ് ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ.